നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലീഗയിൽ ഒന്നാമത് കോപ്പ ഡെൽ റേയിൽ സെമി ഫൈനലിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റൗണ്ട് ഓഫ് 16 നേരിട്ട് യോഗ്യത നേടി. ഓൾറെഡി സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊളിച്ചടുക്കി മുന്നോട്ട് പോവുകയാണ് ഹൻസി ഫ്ലിക്കിൻ്റെ FC ബാഴ്സലോണ. പക്ഷേ അപ്പോഴും ചില ആശങ്കകളുണ്ട്. അൽബാസറ്റയ്ക്കെതിരെ എന്തൊരു കളിയാണ് അവർ കളിച്ചത്, പക്ഷേ ഫിനിഷിംഗ് പോരാ എന്നൊരു തോന്നൽ. നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിനകത്ത് ഗോളുകൾ വരുന്നില്ല. അതാണിപ്പോൾ ബാഴ്സയെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യം. വെഫ ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലുമൊക്കെ സുപ്രധാന മത്സരങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഗോളുകൾ ആവശ്യത്തിന് പിറക്കുന്നില്ല എന്നുള്ളതൊരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. അത് മാറ്റാനാണ് ഇപ്പോൾ ബാഴ്സ ശ്രമിക്കുന്നത്. മുണ്ടോ ഡിപ്പോർട്ടീവോ ബാഴ്സയുടെ ഈ ഒരു സ്ഥിതിവിശേഷത്തെ ദി കെച്ചപ്പ് തിയറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കെച്ചപ്പ് സിദ്ധാന്തം. നമ്മളിങ്ങനെ കെച്ചപ്പിൻ്റെ ബോട്ടിലിങ്ങനെ എടുത്തിങ്ങനെ സ്ക്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കെച്ചപ്പ് പുറത്തേക്ക് വരില്ല. എന്നാൽ 1-2 തവണയൊക്കെ കഴിഞ്ഞ് പിന്നീട് അങ്ങ് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാം കൂടെ അങ്ങ് പുറത്തേക്ക് കാണും. ദാറ്റ് ഈസ് കെച്ചപ്പ് തിയറി. അതുപോലെ ശ്രമിച്ച് ഗോള് വരുന്നില്ല, പക്ഷെ പിന്നെ അങ്ങ് വന്നാലുണ്ടല്ലോ ഒരു വരവായിരിക്കും. കൂട്ടത്തോടെ ഗോളുകൾ പിറക്കും. വമ്പൻ മാർജിനിൽ ഗോളുകൾ പിറന്ന് വിജയിച്ച് കയറാനും കഴിഞ്ഞേക്കും. അതാണിപ്പോൾ ബാഴ്സ ആരാധകർ വിശ്വസിക്കുന്നതും. അപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടീവോ കാറ്റലൻ മാധ്യമം ഇതിനെ വിശദീകരിക്കുന്ന കാര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ദി കെച്ചപ്പ് തിയറി ഓഫ് FC ബാഴ്സലോണ. ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ബാഴ്സലോണ നിലവിൽ മികച്ച ഫോമിലാണ്. മത്സരങ്ങളിൽ ആധിപത്യം പുലർത്താനും ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനും അവർക്ക് നിരന്തരം സാധിക്കുന്നുണ്ട്. എങ്കിലും ടീം നടത്തുന്ന ആക്രമണങ്ങളുടെ അത്ര തന്നെ ഗോളുകൾ പിറക്കുന്നില്ല എന്നത് ഫിനിഷിംഗ് പോരായ്മയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്കയായി ഇപ്പോൾ നിലനിൽക്കുന്നത്. ബാഴ്സലോണയുടെ നിലവിലെ കളി ശൈലി ഇത്രത്തോളം ശക്തമായതുകൊണ്ട് തന്നെ ഗോളുകൾ ലഭിക്കാത്ത ഈ അവസ്ഥ അധികകാലം നീണ്ടു നിൽക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഈ സാഹചര്യത്തെ പലപ്പോഴും കെച്ചപ്പ് സിദ്ധാന്തം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. തുടർച്ചയായുള്ള സമ്മർദ്ദത്തിനൊടുവിൽ പെട്ടെന്നൊരു നിമിഷം ഗോളുകൾ അങ്ങ് പ്രവഹിക്കുന്ന രീതി. കെച്ചപ്പ് കുപ്പിയിൽ നിന്ന് അത് പുറത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് തവണ ഒന്നും പുറത്തേക്ക് വരില്ല. എന്നാൽ പെട്ടെന്നൊരു നിമിഷം ഒരുമിച്ചെല്ലാം കൂടെ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. അതുപോലെ കോപ്പ ഡെൽ റേയുടെ ക്വാർട്ടർ ഫൈനലിലെ അൽബാസറ്റയ്ക്കെതിരെയുള്ള 2-1 വിജയം നോക്കുക. കളിയിലുടനീളം ആധിപത്യം ഉണ്ടായിരുന്നിട്ടും അതിനനുസരിച്ചുള്ള വലിയൊരു വിജയം നേടാൻ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ലീഗയിലും ചാമ്പ്യൻസ് ലീഗിലും നിർണായക മത്സരങ്ങൾ വരാനിരിക്കെ ഗോളുകൾ കണ്ടെത്തുന്നതിലെ ഈ കാര്യക്ഷമതയില്ലായ്മ ടീമിന് വലിയൊരു വെല്ലുവിളിയാണ്. ഇതാണിപ്പോൾ ഏതായാലും മുണ്ടോ ഡിപ്പോർട്ടീവോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഏതായാലും ബാഴ്സയുടെ കെച്ചപ്പ് തിയറി അത്രയങ്ങ് ആരാധകർക്ക് ദഹിച്ചു കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇനി പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഗോൾ ക്ഷാമം വന്നാൽ, നന്നായിട്ട് കളിക്കുന്നു പക്ഷേ ഫിനിഷിങ് നടക്കുന്നില്ല എന്നുള്ളത് വന്നാൽ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ബാഴ്സ ഇതാ വരുന്ന ശനിയാഴ്ച അടുത്ത മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. രാത്രി 8:45 മയോർക്കയുമായിട്ട് കളിക്കും. പിന്നെ ഫെബ്രുവരി 17 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ജിറോണയുമായിട്ട് കളിക്കും. ഫെബ്രുവരി 22 രാത്രി 8:45 ലവാൻഡയുമായിട്ട് കളിക്കും. ഇതാണ് ഈ മാസത്തെ ബാക്കിയുള്ള മത്സരങ്ങൾ. കെച്ചപ്പ് കുപ്പിയുടെ അടപ്പങ്ങ് തെറിക്കുന്ന രൂപത്തിൽ കെച്ചപ്പ് എല്ലാം കൂടി ഒഴുകിയിറങ്ങുമോ, എതിർ ടീമിൻ്റെ ഗോൾ പോലെ നിറയുമോ, വരും മത്സരങ്ങളിൽ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.